ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് പ്രൈസ് ആക്ഷൻ ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൂൾസിലെ ഒരു കിങ് ആയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ഫിബനാച്ചി ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് ഫിബനാച്ചി യൂസ് ചെയ്യുമ്പോൾ പലരും പല രീതിയിലാണ് ഫിബ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഫിബ് യൂസ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്, ഫിബ് യൂസ് ചെയ്ത് അടപടലം പാളിപ്പോയവരുണ്ട്. അപ്പോൾ ഫിബ് യൂസ് ചെയ്യുമ്പം ഫിബിന് അതിൻ്റെതായ രീതികളുണ്ട്. ചുമ്മാ ഫിബ് വരച്ച് വെച്ച് ഫിബിൽ എൻട്രി എടുക്കുക എന്നുള്ളതല്ല. ഫിബ് യൂസ് ചെയ്യുമ്പം ഫിബ് യൂസ് ചെയ്ത് എൻട്രി എടുക്കുമ്പം അതിൻ്റെതായ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയാണ് ഈ ഫിബ് എന്ന് പറയുന്ന ഒരു ടൂള് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫിബിന് അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിബ് യൂസ് ചെയ്തുകൊണ്ട് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ റിവേഴ്സൽ സെറ്റപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫിബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫിബിൻ്റെ കാര്യം എന്നുള്ളത്. ജസ്റ്റ് നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങിയാലേ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു പോയിന്റ് പറഞ്ഞെന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കുക പോവുക എന്നുള്ളതല്ല ഫിബിൻ്റെ കാര്യം. അപ്പോൾ ഫണ്ടമെൻ്റൽ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്ത് മനസ്സിലാവും? ഇതൊരു സ്ട്രോങ് ബൈയിങ് ഇൻട്രസ്റ്റ് ആണ്. നല്ല രീതിയിൽ മാർക്കറ്റ് എന്താണ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് എന്താണ്? സെല്ലേഴ്സ് സ്റ്റെപ്പിൻ, അതായത് ബയേഴ്സിൽ നിന്ന് മാർക്കറ്റിലോട്ട് സെല്ലേഴ്സ് സ്റ്റെപ്പിൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്? സ്ട്രോങ് സെല്ലിംഗ് ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ബയേഴ്സ് സ്റ്റെപ്പിൻ, മാർക്കറ്റിൽ ബയേഴ്സ് സ്റ്റെപ്പിൻ ചെയ്തൊരു ഏരിയ ആണ്. ഇതെന്താണ്? മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് സെല്ലേഴ്സ് എൻട്രി ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ബയേഴ്സ് മാർക്കറ്റിൽ സ്റ്റെപ്പിൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇത് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റും, ഇതെന്താണ്? പുൾ ബാക്ക്, ഇത് ഇമ്പൾസ്, ഇത് പുൾ ബാക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് കാണാം, അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ടിറങ്ങിയിട്ടുണ്ട്, ഇവിടെയും താഴോട്ടിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ബയേഴ്സ് നല്ല രീതിയിൽ മാർക്കറ്റിന് മുകളിലോട്ട് പമ്പ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെയും മാർക്കറ്റിൽ ബയേഴ്സ് നല്ല രീതിയിൽ പമ്പ് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യിപ്പിച്ചു? മാർക്കറ്റിനെ ബയേഴ്സ് നല്ല രീതിയിൽ പമ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ഇതെന്താണ്? നമുക്കിവിടെ ബയേഴ്സ് ആണോ അതോ മാർക്കറ്റിൽ സെല്ലേഴ്സ് ആണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യത്തില്ല? ഫിബ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇതൊരു ചോപ്പി മാർക്കറ്റാണ്. നമുക്ക് ഇവിടെ ഫിബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, ഫണ്ടമെൻ്റൽ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ബേസായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അറിയേണ്ട നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ പുൾ ബാക്ക്. നമുക്ക് ഒരു ഫിബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്ന കാര്യം? പുൾ ബാക്കിൻ്റെ എൻഡും അതുപോലെ തന്നെ ഇമ്പൾസിൻ്റെ സ്റ്റാർട്ടുമാണ് നമ്മൾ എന്താണ് എടുക്കുന്നത്. അവിടെ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആ പുൾ ബാക്ക് തീർന്നതിന് ശേഷം മാർക്കറ്റിലെ ഇമ്പൾസ് തുടങ്ങി നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ എന്താണ്? മാർക്കറ്റിൻ്റെ പ്രീവിയസ് എന്താണ് ആ ഒരു സ്വിങ് വരെ ആയിരിക്കും നമ്മൾ എന്തെടുക്കുക? ടാർഗറ്റ് ആയിട്ട് എടുക്കുക. അപ്പം ആ രീതിയിൽ എടുത്താൽ വളരെയധികം ചാൻസ് കൂടുതലാണ് എന്തിന്? പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇനി ഇവിടെ നിങ്ങൾ ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾസ് അതെന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സർട്ടൻ ലെവൽസ് ഹാവ് എ ഹയർ പൊട്ടൻഷ്യൽ ടു കോസ് എ റിവേഴ്സൽ. ദീസ് ലെവൽസ് ആർ ഹൊറിസോണ്ടൽ ലൈൻസ് ഡ്രോൺ ഓൺ എ പ്രൈസ് ചാർട്ട്. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആർ 38.2, 50%, 61.8 ആൻഡ് 78.6. These levels can help you find good points to enter a trade. ഓക്കെ, ഫിബിൽ കുറച്ചധികം എന്തുണ്ട്? മാർക്കറ്റിൽ കുറച്ചധികം ലൈൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ലൈൻസിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവൽസ് എന്ന് വെച്ചാൽ വളരെയധികം മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽസിൽ മാർക്കറ്റിൽ പുൾ ബാക്കിന് ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ഫിബ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഗോൾഡൻ ഏരിയ ഒക്കെ നമ്മൾ എടുക്കുന്നത് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾസിൻ്റെ ലെവൽസ്. അപ്പോൾ നിങ്ങൾ ഈ 0.382 ഒക്കെ. അപ്പോൾ ഈ ഒരു 0.382 അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പല കാര്യങ്ങളുണ്ട്. സ്ട്രോങ് പുൾ ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ വീക്കായിട്ടുള്ള പുൾ ബാക്ക് ഉണ്ട്.
ഓക്കെ, അപ്പം ഈ 0.382 മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് എന്താണ്? ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്നും എൻട്രി എടുക്കുക, നമ്മളെ റിസ്ക് റിവാർഡ് റേഷ്യോ കൂട്ടുക, നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, ടാർഗറ്റ് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഫിബ് മാർക്കറ്റിൽ വർക്ക് ആവുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു 0.618 എന്ന് പറഞ്ഞിട്ടുള്ള ഫിബിലെ ഏറ്റവും എന്താണ് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0.618ഉം 0.786നും ഇടയിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇതിന് കുറച്ചധികം റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മാൾ പുൾ ബാക്ക്, അതുപോലെ തന്നെ ഡീപ്പ് പുൾ ബാക്ക്. അതായത് ഒരു സ്ട്രോങ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കാനാണ് ചാൻസ് കൂടുതൽ? സ്മാൾ പുൾ ബാക്ക് സംഭവിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ മാർക്കറ്റിൽ വീക്ക് ട്രെൻഡ് ആണെങ്കിലോ ഡീപ്പ് പുൾ ബാക്ക് സംഭവിക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും 0.382 അതുപോലെ തന്നെ 0.5നും ഇടയിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അത് എന്താണെങ്കിൽ സ്ട്രോങ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് അങ്ങനെ റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഡീപ്പ് പുൾ ബാക്ക്, അതുപോലെ തന്നെ വീക്ക് ട്രെൻഡിൽ മാർക്കറ്റ് ഏറ്റവും റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ 0.5ന് തൊട്ട് താഴെയുള്ള 0.6നും 0.7നും ഒക്കെ ഇടയിലുള്ള ലെവൽസിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മാക്സിമം എടുക്കുന്നത് ഈ ഒരു പ്രൈസ് ആയിരിക്കും, അതായത് 0.5ന് താഴെയായിട്ടുള്ള ലെവൽസ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ കൂട്ടുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റിസ്ക് റിവാർഡ് റേഷ്യോ കൂട്ടിയതിന് ശേഷം നമ്മൾ ആ ഒരു ടാർഗറ്റ് എത്തിക്കുക, നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ എന്ത് കൂടും? സ്റ്റോപ്പ് ലോസ് കൂടും. ഓക്കെ, ഈ ഒരു ലെവലാണെങ്കിൽ മാർക്കറ്റ് 0.382ലാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് അവിടെ കൂടും. അതനുസരിച്ച് നിങ്ങൾ ടാർഗറ്റ് എത്തിക്കണം. അത്രയും ടാർഗറ്റ് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഡീപ്പ് പുൾ ബാക്ക്, എന്തുകൊണ്ട് സ്മാൾ പുൾ ബാക്ക്, സ്മാൾ പുൾ ബാക്കിൽ എങ്ങനെ മാർക്കറ്റ് ഫിബിൽ വർക്കാവും, അതുപോലെ തന്നെ ഡീപ്പ് പുൾ ബാക്കിൽ എങ്ങനെ വർക്കാവാനാണ് ചാൻസ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിബൊനാച്ചി ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ് ട്രെൻഡ് മാർക്കറ്റിന് ശേഷം ഇവിടെ മാർക്കറ്റ് വന്നു, നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്നു, മാർക്കറ്റ് പുൾ ബാക്ക് തന്നു. ഈ ഒരു ഏരിയയിലായിട്ട് പുൾ ബാക്ക് തന്നതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് തരും? പുൾ ബാക്ക് തരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പുൾ ബാക്ക് തരാൻ ചാൻസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കേണ്ട ലെവൽസ് ഏതാണെന്ന് വെച്ചാൽ 0.786, മാക്സിമം 0.786 എടുത്തു വെക്കുക. പലരും ഫിബിൽ പല ലെവൽസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണലി എൻ്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഒരു 0.786 ആണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കൂടുതലാണ്. പിന്നെ ആ ഒരു ലെവല്, അതായത് 0.786 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നമുക്ക് കൂടുതലും എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ പല കാര്യമുണ്ട്. നല്ല FEGs വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ FEGയുടെ തന്നെ 0.5 ലെവലിൽ വന്ന് മാർക്കറ്റ് ഈ ഒരു ഫിബിൻ്റെ 786 വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു ലെവൽ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പം ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ 0.786 അത്രയും ബെറ്റർ ലെവലാണ്. ഇനി മറ്റൊരു കാര്യം എന്താണ്? വൈ ഡസ് ദിസ് വർക്ക് ആൻഡ് വാട്ട്സ് ദ സൈക്കോളജി ബിഹൈൻഡ് ദിസ് ട്രേഡ്? അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ ഒരു 0.786, ഈ ഒരു 0.786നും ഈ ഒരു 1നും ഇടയിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളൊരു ടാർഗറ്റ് എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു 0 ലെവൽ വരെ ആയിരിക്കും. ഓക്കെ, എന്താണ്? ഈ ഒരു സ്വിംഗ് ഹൈ വരെ ആയിരിക്കും. ദെൻ അതിനുശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ എങ്ങനെ ഫിബ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ യൂറോ USDന്റെ 1 hour ചാർട്ട് കാണാൻ പറ്റും. ഈ ഒരു 1 hour ചാർട്ടിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? മാർക്കറ്റ് എന്താണ് ഈ ഒരു ഹൈ തന്നു, അതിനുശേഷം ലോ തന്നു, ഹൈ തന്നു, മാർക്കറ്റ് ലോ തന്നതിന് ശേഷം ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഒരു ലെവൽ കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് പുൾ ബാക്ക് സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ദെൻ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് തൊട്ട് താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷമാണ് ഒരു പുൾ ബാക്ക് മാർക്കറ്റ് തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് വന്ന് നല്ലൊരു റിജക്ഷൻ തന്നു, എന്നാൽ ഇവിടെ റിജക്ഷൻ തന്നു, അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഇവിടെ റിജക്ഷൻ തന്നിട്ടുണ്ട്, മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതിനു മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു ഫിബ് യൂസ് ചെയ്ത് 0.786 നമ്മൾ നോക്കി വെച്ചു. ആ ഒരു 786ന് കുറച്ചധികം പ്രത്യേകതയാണ്. എന്താണ്? ഇവിടെ ഒരു മാർക്കറ്റിന്റെ ഒരു എക്സ്റ്റേണൽ ലെവൽ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, ഇതൊരു എക്സ്റ്റേണൽ ലെവൽ സ്ട്രക്ചർ ആണ് ഒന്നാമത്തെ കാര്യം.
അതിലുപരിയായിട്ട് ഇവിടെ എന്തുണ്ട്, ഇൻഎഫിഷ്യൻസി ഉണ്ട്. ഈ ഒരു ഏരിയക്ക് ഇവിടെ ആയിട്ട് ഇൻഎഫിഷ്യൻസി ഉണ്ട്. അതുപോലെ തന്നെ SMC വർക്കായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ SMC വർക്കായിട്ടുണ്ട്, FEG ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം 0.786. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്താൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഈ ഒരു ലെവലിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നമ്മളെ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്താണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വേർ ഹാസ് ദ പ്രൈസ് കം ഫ്രം ആൻഡ് ഹൗ മച്ച് റൂം ഡസ് ഇറ്റ് ഹാവ് ടു കണ്ടിന്യൂ ബിഫോർ റീച്ചിങ് ആൻ ഇമ്പോർട്ടൻറ്റ് സോൺ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അതായത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മാർക്കറ്റ് എത്രത്തോളം മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, ഇനി മറ്റേതെങ്കിലും ലെവലിലാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടാണോ കയറി പോകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ നമ്മളിവിടെ നോക്കുമ്പം ഇതാണ് ഒരു മേജർ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവല് അത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ യൂറോ USDയുടെ ചാർട്ട് എടുത്തു. ആ സെയിം ചാർട്ട് തന്നെയാണ് ഇവിടെയും ജസ്റ്റ് നമ്മൾ 4 hourലോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ ഇതൊരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറാണ്. അപ്പം മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എന്ത് തന്നു? ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷമുള്ള മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു പ്രൈസ് വരെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു പ്രൈസിലുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു റേഞ്ചിൽ എത്തിയാൽ മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് ചിലപ്പോൾ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു എത്രത്തോളം മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് മസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും? ഗോൾഡിൻ്റെ ഒരു 1 hour ചാർട്ട് കാണാൻ പറ്റും. എന്താണ് ഗോൾഡിൻ്റെ 1 hour ചാർട്ട്? ഈ ഒരു ഗോൾഡിൻ്റെ 1 hour ചാർട്ടിനകത്ത് നമുക്ക് എന്താണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കിട്ടി. അതായത് മാർക്കറ്റ് ഒരു ഹൈ തന്നു, ലോ തന്നു, ഹൈ തന്നു, ലോ തന്നു, ഹൈ തന്നു. ഈ ഹൈക്കും ലോയ്ക്കും എന്താണ്? മാർക്കറ്റ് ഇത് പുൾ ബാക്ക് ആണ്, ഇത് ഇമ്പൾസ് ആണ്, ഇത് പുൾ ബാക്ക് ആണ്, ഇത് ഇമ്പൾസ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മളത് എന്താണ് ഒരു 4 hourലോട്ട് നോക്കി. 4 hourലോട്ട് നോക്കിയപ്പോൾ നമ്മൾ എന്തെങ്കിലും മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ നമ്മളിവിടെ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? ഈ ഒരു റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കാണാൻ പറ്റും. കാര്യം മാർക്കറ്റ് ഇവിടെ കുറച്ച് പ്രാവശ്യം മാർക്കറ്റ് വന്ന് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് 4 hourൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയ ഒരു ഏരിയ ആണ്. ഓക്കെ, അതിനുശേഷമാണ് മാർക്കറ്റ് ഈ ഒരു പ്രൈസിലോട്ട് വന്ന് കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആ ഒരു 1 hourൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ആ ഒരു മേജർ ലെവലിൽ മാർക്കറ്റ് ഒരുപാട് പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഒരു ഏകദേശം ഒരു 4-5 പ്രാവശ്യത്തോളം മാർക്കറ്റ് ക്ലീൻ ആയിട്ട് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 5. ഓക്കെ, അത്രയും പ്രാവശ്യം മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിരിക്കാൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇതെന്താണ്? ഇതൊരു ഇമ്പൾസീവ് മൂവാണ്. ഇതൊരു ഇമ്പൾസീവ് മൂവാണ്. അതിനുശേഷം മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലെവലൊക്കെ ഒരു ഗോൾഡൻ ഏരിയ ആണ് അല്ലേ? ഈ ഒരു ഏരിയയൊക്കെ ഒരു ഗോൾഡൻ ഏരിയ ആണ്. മാർക്കറ്റിൽ ഏകദേശം ഒരു 28.92 to 28 ഏകദേശം 76 വരെ ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ മുതൽ ഏകദേശം ഈ ഒരു ലെവൽ വരെ ഒരു ഗോൾഡൻ ഏരിയ ആണ്. ആ ഒരു ഗോൾഡൻ ഏരിയ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യം, മാർക്കറ്റ് ഇവിടെ ഓൾറെഡി ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 0.786 മാർക്കറ്റ് ടാപ്പ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവൽ വരെ എത്തി. അതായത് ഈ ഒരു സ്വിംഗ് വരെ മാർക്കറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ക്ലീൻ ആയിട്ട് പറഞ്ഞാൽ ഒരു മാനിപ്പുലേഷൻ ഏരിയ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാനിവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൽ ഈ ഒരു 0.786 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിന് വളരെയധികം പ്രത്യേകതയുണ്ട്. മാർക്കറ്റ് ഒരു ഇമ്പൾസിന് ശേഷം ഒരു പുൾ ബാക്ക് തന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ് എന്ന് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ആ ഒരു ഗോൾഡിന്റെ ചാർട്ടിൽ. ഓക്കെ, ഇനി ഫിബ് യൂസ് ചെയ്തുകൊണ്ട് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യാം? പലരും ഫിബ് യൂസ് ചെയ്തുകൊണ്ട് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി വളരെ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് കുറച്ചധികം സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്, വളരെ ക്ലീൻ ആയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളുണ്ട് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിന്. അപ്പം ഇവിടെ നമ്മൾ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എ ഡബിൾ ടോപ്പ് ഓർ ഡബിൾ ബോട്ടം പാറ്റേൺ. മൂന്നാമത്തെ കാര്യം ഫിബനാച്ചി റിട്രേസ്മെന്റ് ടൂൾ. ഈ ഒരു 2 കാര്യം ക്ലിയർ ആയതിനു ശേഷമേ ഇവിടെ ഞാൻ ഫിബ് യൂസ് ചെയ്തുള്ളൂ. അതായത് 3 സ്റ്റെപ്പ്
ക്ലീൻ ആയിട്ട് പറഞ്ഞ 3 സ്റ്റെപ്പ്. ഇവിടെ മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ, നമുക്ക് ഇവിടെ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ കാണാൻ പറ്റും. മാർക്കറ്റ് 2 പ്രാവശ്യം റെസ്റ്റ് ചെയ്ത ഏരിയ, അതിനുശേഷം മാർക്കറ്റ് സപ്പോർട്ടായിട്ട് എടുത്ത ഒരു ഏരിയ ആണ്. ഇതൊരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. എന്താണ് മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയ വീണ്ടും വന്ന് സപ്പോർട്ടായിട്ട് എടുത്തതിനു ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. സോ ഇതൊരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. എന്താണ് ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. ഇതുപോലത്തുള്ള സ്ട്രക്ചർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡബിൾ ബോട്ടം. ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ പലർക്കും പല ധാരണയുണ്ട്. ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു W പാറ്റേൺ കാണാൻ പറ്റും, ഇവിടെ ഒരു M പാറ്റേൺ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ W പാറ്റേൺ, അതുപോലെ തന്നെ ഇവിടെ ഒരു M പാറ്റേൺ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മാർക്കറ്റ് 2 പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്കറ്റ് 2 പ്രാവശ്യം വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു M ഷേപ്പ്, ഒരു W ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഒരു ഡബിൾ ടോപ്പും അല്ലെങ്കിൽ ഒരു ഡബിൾ ബോട്ടോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഈ രീതിയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അതായത് ആദ്യം മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, രണ്ടാമത് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തില്ല, അത് ഡബിൾ ടോപ്പ് അല്ല. സോ ഇത് നിങ്ങൾ നോക്കുക, മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, അതിനുശേഷം കുറച്ച് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ ഡബിൾ ടോപ്പ്. അപ്പം ഇത് ഒരു ഡബിൾ ടോപ്പ് ഓക്കെ ആണ്. അതുപോലെ തന്നെ ഇത് ഡബിൾ ടോപ്പ് അല്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിന് ശേഷം മാർക്കറ്റ് ബോഡി കൊണ്ട് ബ്രേക്ക് ചെയ്തത് ഒന്നും ഡബിൾ ടോപ്പ് അല്ല. ഓക്കെ, അപ്പൊ മാക്സിമം ആ റേഞ്ചിൽ തന്നെ ഒരു വിക്ക് എത്തുക എന്നുള്ളതാണ് ഡബിൾ ടോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റു ചിലർക്ക് ചില ധാരണകളുണ്ട്. അതായത് കറക്റ്റ് ഇപ്പോൾ ഒരു പോയിന്റ് ഒരു 10-15 എന്ന് പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുക, ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വന്ന് ടാപ്പ് ചെയ്യണം എന്നൊന്നുമില്ല, അതും ഡബിൾ ടോപ്പ് തന്നെ ആണ്. ഓക്കെ, അപ്പം ഇതും ക്ലീൻ ആയിട്ട് പറഞ്ഞ ഒരു ഡബിൾ ടോപ്പ് തന്നെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും? ഇവിടെ ലോ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇവിടെ ഹൈ കാണാൻ പറ്റും, ലോ കാണാൻ പറ്റും, ഹൈ കാണാൻ പറ്റും, ലോ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മളൊരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു ലെവൽ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടെ വന്ന് ആദ്യം എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തു, അതിനുശേഷം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നൊന്ന് റെസിസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിന് എന്ത് പറ്റി? പുതിയ ഒരു ലോ മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നല്ല അടിപൊളി എൻട്രി കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റിന് എന്ത് പറ്റി? ഒരു പുതിയ ലോ മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അതിലുപരി നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് ത്രൂ എ കീ സപ്ലൈ. അതായത് ഇതൊരു സപ്ലൈ ലെവലാണ്. ഈ ഒരു സപ്ലൈ ലെവലിനെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു മേജർ ലെവൽ ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്. ഓക്കെ, ക്ലീൻ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. എങ്ങനെ? ഇവിടെ ഒരു പുതിയൊരു ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യരുത് ഈ ഒരു ലെവലിലായിട്ട്. ഓക്കെ, ആ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റ് ഫെയിൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ, ഈ ഒരു മേജർ ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിലുപരി നിങ്ങൾ നോക്കേണ്ട കാര്യം നെക്സ്റ്റ് സപ്ലൈ വരെ ആയിരിക്കണം നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ ഈ ഒരു ഫിബ് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു. എന്താണ് ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നാൽ എന്താണ്, നമ്മൾ അതൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടണം? ഒരു ഡബിൾ ബോട്ടം കിട്ടണം. അത് മസ്റ്റാണ്. എന്താണ്? ഒരു ഡബിൾ ബോട്ടം കിട്ടണം. അത് ഡബിൾ ബോട്ടം എന്തിന് കിട്ടുന്നു എന്ന് വെച്ചാൽ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ക്ലീൻ ആയിട്ട് മാർക്കറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് റിജക്ട് ചെയ്ത് ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, അതായത് ഡബിൾ ബോട്ടത്തിലെ ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് മുതൽ ഈ ഒരു റേഞ്ച് വരെ ഫിബ് യൂസ് ചെയ്യാം. 0.618 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ണും പൂട്ടി എൻട്രി പുഷ് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി വെറുതെ ഫിബ് എടുത്ത് വെച്ച് യൂസ് ചെയ്തിട്ട് കാര്യം ഇല്ല. നമുക്ക് എക്സ്ട്രാ കൺഫർമേഷൻ ആണ് വേണ്ടത്, നമുക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടത്, കിടക്കുന്നത് മണിയാണ്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ചാർട്ട് എടുക്കുക ഗോൾഡിൻ്റെ ഒരു 4 hour ചാർട്ട് കാണാൻ പറ്റും. ഈ ഒരു ഗോൾഡിൻ്റെ 4 hour ചാർട്ടിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു കീ സപ്ലൈ ഏരിയ കാണാൻ പറ്റും. എന്ത് കാണാൻ പറ്റും? ഒരു കീ സപ്ലൈ ഏരിയ കാണാൻ പറ്റും. ഇതാണ് ആ ഒരു കീ സപ്ലൈ ഏരിയ. എന്താണ്? ഇതാണ് ആ ഒരു കീ സപ്ലൈ ഏരിയ. ആ ഒരു കീ സപ്ലൈ ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്തു? സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറാണ് ഈ ഒരു ലെവല്. എന്താണ്? ഈ ഒരു ലെവല് മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഇതൊരു കീ സപ്ലൈ ഏരിയ ആണ്. ഈ ഒരു കീ സപ്ലൈ ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്താണ്? ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിലോട്ട് മാർക്കറ്റ് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിലോട്ട് മാർക്കറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിൽ ആ ഒരു പ്രൈസിൽ മാർക്കറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടണം? 1 hourലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. 1 hourലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോട്ടം കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു ഡബിൾ ബോട്ടം തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇനിയും ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് ഡബിൾ ബോട്ടം തന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു നെക്ക് ലൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫിബ് യൂസ് ചെയ്യാം. ഫിബ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? 0.618 മാർക്കറ്റ് വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. എന്താണ്? 0.618 മാർക്കറ്റ് വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വെക്കാം. എന്ത് വെക്കാം? നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഈ ഡബിൾ ബോട്ടത്തിന് നല്ല താഴെ, കുറച്ച് താഴെയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മേജർ ലെവൽ സ്ട്രക്ചറിന് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് വെക്കാം? സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് സ്വിങ് വരെ നിങ്ങൾക്ക് കൊണ്ടുവെക്കാം. നെക്സ്റ്റ് ഒരു സപ്ലൈ ഏരിയ വരെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്ത് പമ്പ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ പലരും പറയുന്ന കണക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം അല്ല എന്തെന്ന് പറയുന്നത് ഫിബ് എന്ന് പറയുന്നത്. ഫിബ് അത്രയും ഈ പോപ്പുലാരിറ്റി ആവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെതായ റൂൾസിൽ യൂസ് ചെയ്താൽ മാത്രമേ അത്രത്തോളം ഫിബ് യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ കാര്യം പറഞ്ഞു, റിവേഴ്സലിൻ്റെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് റിവേഴ്സലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അവിടെ അത്രത്തോളം എൻട്രിക്ക് ക്വാളിറ്റി ഉണ്ട്, അത്രത്തോളം പ്രോഫിറ്റിൽ എത്താൻ ചാൻസ് ഉണ്ട്. എന്തുമാത്രം ചെയ്താൽ മതി? റൂൾസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക, എൻട്രികൾ പുഷ് ചെയ്യുക. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഫിബ് അവിടെ വർക്ക് ആവുന്നുണ്ട് ഈ രീതിയിൽ. ഓക്കെ, ഒരു കീ സപ്ലൈ ഏരിയ ബ്രേക്ക് ചെയ്യണം. കീ സപ്ലൈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിൽ മാർക്കറ്റ് നോക്കി വെക്കുക. ആ ഒരു മേജർ ലെവൽ ഓഫ് സ്ട്രക്ചറിൽ വന്ന് മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് മാർക്കറ്റ് തരിക. തന്നതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുക? ആ നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്യുക. നെക്ക് ലൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് നോക്കുക? ആ ഒരു ഫിബ് യൂസ് ചെയ്യുക. 0.618 എന്നുള്ള ആ ഒരു ലെവൽ എടുത്ത് വെക്കുക. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആ ഒരു മേജർ ലെവലിൽ തൊട്ട് താഴെയായിട്ട് വെക്കുക. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് സ്വിങ് വെക്കുക. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു ഫിബ് യൂസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ലൊരു എൻട്രി മെത്തേഡാണ്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.